ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ ഒരു മിൽക്കി നട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയായിരുന്നു, അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. എന്തായാലും കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം അരിപ്പയിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് 2-3 വട്ടം നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം. ഈ ഒരു പ്രോസസ്സ് മിസ് ചെയ്യരുത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഇവിടെ 4 മുട്ട ഞാൻ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എത്തിക്കുന്നത്. അത് കുറച്ചായി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കാരണം ആ പൊടി മൊത്തത്തിൽ സ്പ്രെഡാവും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ മിനിമം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കുറച്ചായി ആഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഇട്ടത് നന്നായി മിക്സായി വന്നതിന് ശേഷം അടുത്ത കുറച്ച് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പതുക്കെ നമുക്ക് ഫോൾഡ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ ഇതേപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിൽ ഇതേപോലെ ഒരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ പതിയെ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് എയർ ഫ്രയറിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കുക്കറിൽ ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രാക്സൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്കത് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇനി കേക്ക് സോക്ക് ചെയ്യാനുള്ള ഒരു മിൽക്ക് സിറപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കണ്ടൻസ് മിൽക്കും പാലും വിപ്പിംഗ് ക്രീമും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി മെഷേഴ്സൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറപ്പ് നമ്മൾ കേക്കിൽ ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യണം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഇതേപോലെ നല്ല അടിപൊളി ഗ്ലേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ബദാമും കാഷ്യൂസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാതെ പൊടിഞ്ഞു പോകരുത്. നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബോർഡിൽ ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച മിൽക്ക് സിറപ്പിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാക്സിമം അത് നന്നായിട്ട് സോക്കായിട്ടിരിക്കണം, എന്നാലാണ് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ക്രഷാക്കി വെച്ച നട്ട്സ് നല്ല ഈവനായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ ടോപ്പ് ലെയർ ഒരു സൈഡ് നന്നായിട്ട് ഇതേപോലെ സോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് ബാക്കിയുള്ള മിൽക്കിൻ്റെ സിറപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഞാൻ കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ ഇട്ടിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്നുകൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ട്.
ഇവിടെ എനിക്ക് എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഗനാഷ് കുറച്ച് നേരം വെച്ച് പോയി. ഒരു ചെറിയ ചൂടിൽ വേണം നമ്മൾ കേക്കിൽ ഒഴിക്കാനായിട്ട്, എന്നാലേ അത് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ പറ്റിയത് എന്താ വെച്ചാൽ ഈ ഗനാഷ് ഫ്ലോ ആയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാനൊരു അത് ലെവൽ ചെയ്യാൻ നോക്കിയപ്പോൾ മൊത്തത്തോടെ ക്രീം ഇളകി കൈ പോകുന്നു. അപ്പം ഇതേപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഡിസൈൻ ചെയ്യാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഉണ്ട്. എന്നാലും നമ്മളതെങ്ങനെയൊക്കെയോ കവർ ചെയ്തത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്, പക്ഷേ ആനിവേഴ്സറിക്ക് കേക്ക് കെട്ടിയതിന് ശേഷം ഇവിടെ വീട്ടിലെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.